നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിലും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിലും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഹല്ലേലൂയ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിലും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും ഞാൻ കാണുന്നത് എങ്ങനെയാണ് കേട്ടോ. ഹല്ലേലൂയ. എണ്ണമില്ലാതെ കർത്താവ് അനുഗ്രഹിക്കാൻ പോകുന്നത് കർത്താവ് എന്നെ കാണിക്കുമോ? നിങ്ങൾ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് എന്നോട് ഇന്ന് പറയുകയാണ്, എണ്ണമില്ലാത്തൊരു നന്മ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. എണ്ണമില്ലാത്തൊരു നന്മ കർത്താവ് തുറക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നീ സ്നേഹത്തിലും. നിങ്ങളൊന്ന് പാടിക്കേ. ഹല്ലേലൂയ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നീ സ്നേഹത്തിലും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എന്നെ ഒരുപാട് പേര് എന്നോട് കർത്താവിനോട് ചോദിക്കുക, കർത്താവ് എനിക്ക് സാമ്പത്തിക നന്മ തുറക്കണോ അപ്പച്ച? ഇങ്ങനെ ചോദിക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഹല്ലേലൂയ. എനിക്കൊരു സാമ്പത്തിക വിടുതൽ വേണം. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നവര് എൻ്റെ കമൻറ്റ് ബോക്സിൽ ആമേൻ എന്ന് സേവ് ചെയ്യണം. ഹല്ലേലൂയ. ആമേൻ എന്ന് എഴുതണം. ഹല്ലേലൂയ. ബ്രദർ, എനിക്ക് സാമ്പത്തിക നന്മ വേണം ബ്രദർ. എന്നോടല്ല നിങ്ങൾ പറയുന്നേ, യേശുവിനോട് ആമേൻ എന്ന് ടൈപ്പ് ചെയ്യണം. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ഒപ്പാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഒരു ഒപ്പാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ അങ്ങേ പൂർണ്ണമായി സ്വീകരിക്കുന്നു. എനിക്കൊരു സാമ്പത്തിക നന്മ വേണം. ഹല്ലേലൂയ. കർത്താവേ, ഇനി എന്നെ കണ്ടില്ല എന്ന് നടിക്കരുത് എന്ന് പറയുന്നവരെന്നെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവർ കർത്താവിനോട് പറയുകയാണ്, ഇനി എന്നെ കണ്ടില്ല എന്ന് നടിക്കരുത്.
ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, എണ്ണമില്ലാത്ത നന്മ തുറന്നതിനായി നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. എണ്ണമില്ലാത്ത നന്മ എൻ്റെ ലൈഫിൽ എൻ്റെ യേശു കർത്താവ് എനിക്ക് തുറന്നു തന്നു. പിതാവ് ആകർഷിച്ചു. പറഞ്ഞേ, പിതാവ് ആകർഷിച്ചു. ഇതെല്ലാം ചേരുമ്പോഴാണ് പിതാവ് ആകർഷിക്കുന്നത്. ഞാൻ എന്നെ കാണുന്ന ഒരുപാട് ജനത്തെ, ഒരുപാട് ഗെയ്സിനെ കർത്താവ് എന്നെ കാണിക്കും. പുതിയ പുതിയ ഗെയ്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് ഗെയ്സുകൾ കർത്താവ് ഇങ്ങനെ പറയുകയാണ്. ഹല്ലേലൂയ. ആ ഗെയ്സ് ദൈവത്തോട് പറയാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഗെയ്സുകളെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ. മക്കള്, ദൈവത്തിൻ്റെ മക്കള്. ഹല്ലേലൂയ. കർത്താവ് എന്നെ കാണിക്കുക, ഞാൻ യേശുവിനെ പൂർണ്ണമായി സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. പിതാവ് നിങ്ങളെ ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ യേശുവിലൂടെയാണ് അതിൻ്റെ വഴി. ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കലും യേശുവിനെ തള്ളിപ്പറയേണ്ട കാര്യമില്ല. യേശുവിനെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഐ ലവ് യു ജീസസ് എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾ പിതാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്നറിയോ? ആ പുത്രനെ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഐ ലവ് യു ജീസസ് എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. പിതാവിൻ്റെ പുത്രനാണ് യേശു, പുത്രനാണ്. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും വിശ്വസിക്കുമ്പോഴാണ് യേശു വരുന്നത്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഞാൻ വിശ്വസിക്കുന്നു ബ്രദറെ, എൻ്റെ യേശു വരും. ഹല്ലേലൂയ. എൻ്റെ യേശു വരും. ഓഹോ, ഹല്ലേലൂയ. ഐ ലവ് യു ജീസസ് എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നീ സ്നേഹത്തിലും. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പാടിയപ്പ. ഹല്ലേലൂയ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നീ സ്നേഹത്തിലും നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി യേശു പരാ. നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി യേശു. എങ്ങനെ നന്ദി പറയാതിരിക്കും? ഹല്ലേലൂയ. നിങ്ങൾക്ക് നന്ദിയുടെ ഒരു മേഖല കർത്താവ് തുറക്കാൻ പോവുക. കർത്താവ് പറയാം, നിങ്ങൾ നന്ദി പറയുന്ന ജനമായി മാറുന്നതായി കർത്താവ് എന്നെ കാണിക്കുന്നു. എനിക്ക് യേശുവിനെ വേണം. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്ന ആളുകളെ ദൈവം എന്നെ കാണിക്കും. എനിക്ക് യേശുവിനെ വേണം. അങ്ങനെയുള്ള തീഷ്ണതയുള്ള കുട്ടികൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ഉയർത്തെണീക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. എനിക്ക് യേശുവിനെ വേണം. യേശു എവിടെ? ഹല്ലേലൂയ. കർത്താവിന് വേണ്ടത് പിതാവായ ദൈവത്തിനും. ഇങ്ങനെ ഒരു ജനത്തെയാ കർത്താവിന് വേണ്ടത്. പിതാവ് അപ്പന് ഇങ്ങനെ ഒരു ജനത്തിനെ വേണ്ടേ? എൻ്റെ മകനെ അന്വേഷിക്കുന്ന ജനം എവിടെ? ഇങ്ങനെ ഒരു ജനക്കൂട്ടത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. യേശു എവിടെയെന്ന് ചോദിക്കുന്ന. ഹല്ലേലൂയ. കർത്താവിനോട് പറയാണ്, യേശു നിങ്ങളുടെ ലൈഫിൽ വരും. ഹല്ലേലൂയ. നിങ്ങളുടെ കൂടെ നടക്കും. ഹല്ലേലൂയ. നിങ്ങളൊന്ന് പറഞ്ഞേ, യേശുവിൻ്റെ കൂടെ നടക്കും. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ആ സാന്നിധ്യം എപ്പോഴും വേണം. ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് ഒരു കാര്യം ചോദിക്കുന്നത്, കർത്താവേ എനിക്ക് നിന്റെ സാന്നിധ്യം എപ്പോഴും വേണം. ഹല്ലേലൂയ. ഞാൻ വെറുതെ റൂമിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഞാൻ വെറുതെ ഇങ്ങനെ കരയും. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരയും. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ കരയും. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു സീസൺ നിങ്ങളിലേക്ക് വരാൻ പോവുകയാന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇങ്ങനെ ഒരു സീസൺ നിങ്ങൾക്ക് തുറക്കുകയാണ്. ഇതൊരു ഉണർവിൻ്റെ സീസണാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു.
ഇതൊരു ഉണർവിന്റെ സീസണാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിലും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിലും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, എനിക്കും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് പിതാവായ ദൈവം തന്ന ഗിഫ്റ്റാണ് യേശു. ആ യേശുവാണ് നമുക്ക് യാഗമായി തീർന്നത്. യേശു യാഗമായി. എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര വേദനയുണ്ടായി. അതെന്താണെന്നറിയോ? ഞാൻ യാക്കോബിറ്റ് എന്ന് പറയുന്ന ഒരു സഭയിൽ നിന്ന് വിശ്വാസത്തിൽ വന്നൊരു വ്യക്തിയാണ്. ഞാൻ അവരുടെ ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ പഠിച്ചത് വളർന്നത്. എൻ്റെ അച്ഛൻ്റെ ഫാമിലി യാക്കോബിറ്റ് എന്ന് പറയുന്ന സഭക്കാരാണ്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ വിശ്വാസത്തിൽ വന്ന് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവര് മെത്രാൻ കക്ഷിയും ബാബ കക്ഷിയും തമ്മിൽ അടിയായി. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു, കോബ്ര ആ സഭയിൽ കളിക്കുന്ന സ്പിരിറ്റാണ് കോബ്ര. പാതാള ഗോപുരം. ഹല്ലേലൂയ. ആ കോബ്രയുടെ സ്പിരിറ്റ് അഴിയണം. ഹല്ലേലൂയ. നിങ്ങൾ ഹോളി സ്പിരിറ്റിൽ വിശ്വസിക്കണം. നിങ്ങളൊരു വേർതിരിഞ്ഞ ഒരു മിനിസ്ട്രിയാണ് എന്ത്? പെന്തക്കോസ്ത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ശക്തി പ്രാപിച്ച ജനം. അങ്ങനെയാണ് എന്നോട് പരിശുദ്ധാത്മ പറയുന്നത്. ദൈവം ഇറങ്ങിയത് 120 പേരുടെ മേലാണ്. അവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചത്, അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചു. യാഗമായവനെ അവർ ഏറ്റെടുത്തു. അതാണ് യേശുവിനെ അവർ ഏറ്റെടുത്തതിൻ്റെ കാരണം. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും യേശുവിനെ ഏറ്റെടുത്തു. ഹല്ലേലൂയ പറഞ്ഞേ. എന്നിട്ട് നിങ്ങൾ ഈ പാട്ടൊന്ന് പാടിക്കേ. യേശുവെ പോലെ ആരുമില്ല, അതാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. യേശുവെ പോലെ ആരുമില്ല. ഹല്ലേലൂയ. യാഗമായതാണ് യേശു. ഞാനും നീയും യാഗമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യേശു യാഗമായത്. ഈ ഒരു പൂർണ്ണ ബോധ്യമാണ് നമ്മുടെ ഓരോ ഹൃദയത്തിൽ വേണ്ടത്. അതാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, യേശുവെ പോലെ ആരുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ ഒരു ദൈവസാന്നിധ്യം ഞാൻ അഭിഷേകം പ്രാപിച്ചതിൻ്റെയും പല മീറ്റിങ്ങുകളിൽ പങ്കെടുത്തപ്പോഴും ഉണർവിന് പങ്കെടുത്തപ്പോഴാണ് ഞാൻ വീണ്ടും നിങ്ങളടുത്ത് പറയുന്നു, അടുത്ത ഉണർവ് വന്നു. നിങ്ങൾ ഉണർവിൻ്റെ മീറ്റിങ്ങിന് നിങ്ങൾ പോകണം. ഹല്ലേലൂയ. അടുത്ത ഉണർവിൻ്റെ മീറ്റിങ്ങിന് പോകണം. ഐ ആം അപ്പോസ്തോലൻ. ഞാൻ പറയുകയാണ്, എല്ലാ അപ്പോസ്തലന്മാരോടും ഞാൻ പറയുക, നിങ്ങളുടെ ഹൃദയം യേശുവിൻ്റെ ഹൃദയമായിരിക്കണം. ഒന്ന് പറഞ്ഞേ, എൻ്റെ ഹൃദയം യേശുവിൻ്റെ ഹൃദയമായിരിക്കണം. നിങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റണം. ഹല്ലേലൂയ. നിങ്ങൾ ക്ഷമാശീലരായിരിക്കണം. നിങ്ങൾ മറ്റുള്ളവരെ ഒരിക്കലും വിധിക്കരുത്. മറ്റുള്ള സ്ത്രീകളുടെ പേര് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും
ദൈവദാസന്മാരെ, അപ്പോസ്തലന്മാരെ വിമർശിക്കാൻ പാടില്ല. സഭകളിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല. ദൈവം അയക്കുന്നതാണ് നിങ്ങളുടെ സഭയിൽ ഒരു ഹോളി സ്പിരിറ്റ് ഉള്ള ഒരു വ്യക്തിയെ, ഒരു ഉണർവിൻ്റെ വ്യക്തിയെ. നിങ്ങളുടെ സഭ എന്ന് പറയുന്നത് അത് ഹോളി സ്പിരിറ്റിൻ്റെ സഭയാണ്. എന്തുകൊണ്ടാണ് യാക്കോബിറ്റുകാര് മെത്രാൻ കക്ഷിയും ബാബ കക്ഷിയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്? ഹല്ലേലൂയ. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ല നടക്കുന്നത്, അവിടെ നടക്കുന്നതാണ് ഏകോബ്ര. നിങ്ങളിത് മനസ്സിലാക്കണം. വശീകരണോ? യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പോൾ നിങ്ങളാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് പ്രതികൂലങ്ങളുണ്ടാവും. ഹല്ലേലൂയ. അപ്പോൾ ആ പ്രതികൂലങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂതങ്ങളെ നിങ്ങളുടെ സഭയ്ക്കകത്തുനിന്ന് തന്നെ ആ മനുഷ്യനെ തള്ളിക്കളയുമല്ല ചെയ്യണ്ടേ. നിങ്ങളുടെ ആ സഭയിലുള്ള ആ വ്യക്തികളെ അവിടെ എന്ത് ചെയ്യണം? ഭൂതങ്ങളെ പുറത്താക്കാനുള്ള ആളെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ സഭകളിൽ ഉണർവ് വരാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. പല സഭകളിൽ ഇതുപോലുള്ള ഉണർവുകൾ, ഭൂതങ്ങളെ പുറത്താക്കുന്ന ഉണർവുകൾ വരാൻ പോവുക. യേശു ഒരു സഭയിൽ ചെന്ന സമയത്ത് ഒരു ഭൂതം ചോദിച്ചു, നീ എന്തിനാണ് എൻ്റെ സമയത്തിന് മുമ്പേ നീ എന്തിനു വന്നു? നിങ്ങളത് ആലോചിച്ച് നോക്ക്. ഹല്ലേലൂയ. യേശു ഒരു സഭയിൽ ചെന്നപ്പം ചോദിക്കുക, നീ എന്തിനാണ് എൻ്റെ സമയത്തിന്, നീ എന്തിനാണ്? യേശുവിനോട് ചോദിച്ചു, നീ എന്തിനാണ് എൻ്റെ സമയത്തിന് മുമ്പേ? എടാ, പിശാചല്ല സമയം തീരുമാനിക്കുന്നത്, ദൈവം യേശുവാണ് സമയം തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു തലമുറ എണീക്കണ്ടേ? അങ്ങനെയുള്ള അപ്പോസ്തലന്മാരെ എണീക്കണ്ടേ? നീ ഒരു ഭൂതം പറയുന്ന കേട്ടിട്ട് അപ്പുറത്തെ പുറകിക്കൂടെ ഇറങ്ങി ഓടാൻ കർത്താവ് പറയുന്നില്ല. നീ അതിനെ പുറത്താക്കാനുള്ള കൃപ നിന്നിൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് ബ്ലെസ് ചെയ്യുന്നപ്പച്ച. ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു അഭിഷേകം കർത്താവേ എന്നെ കേൾക്കുന്ന ജനത്തിന് കൈമാറട്ടെ അപ്പാ. ദർശനവരെ കൊടുക്കട്ടെ അപ്പച്ച. ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദർശനവരെ പകർച്ച ഉണ്ടാവട്ടെ അപ്പച്ച. നിങ്ങൾ യേശുവിനെ പോലെ ആകുന്നെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഹല്ലേലൂയ. നിങ്ങളെ കാണുമ്പോൾ തന്നെ ഭൂതങ്ങൾ അലറി വീഴും. അങ്ങനെ ഒരു മണ്ഡലം തുറന്നു വന്നു. അങ്ങനെ ഒരു അഭിഷേകം ഈ നിമിഷം നിങ്ങളുടെ ആത്മാവിലേക്ക് അത് സ്വീകരിക്കുക. ഹല്ലേലൂയ. നിങ്ങളെ കാണുമ്പോൾ തന്നെ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ, നിങ്ങൾ സഭയിൽ കാലുകുത്തുമ്പോൾ തന്നെ, ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ. നിങ്ങൾ ഇറങ്ങുന്ന നിമിഷം തന്നെ അങ്ങനെ ഒരു മണ്ഡലം, അങ്ങനെ ഒരു അഭിഷേകം കർത്താവ് ഇപ്പോൾ തന്നെ എൻ്റെ ജനത്തിന് കൈമാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊച്ചുകുട്ടികൾ അഭിഷക്തന്മാരായി മാറുന്നത് കർത്താവിനെ കാണിക്കുന്നു. അവരും ഭൂതങ്ങളെ പുറത്താക്കാൻ പോവുകയാണ്. കൊച്ചുമക്കൾ ഭൂതങ്ങളെ പുറത്താക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. വലിയ വലിയ മിനിസ്ട്രികൾ ഈ 2026 ഓപ്പൺ ആകുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. വലിയ വലിയ മിനിസ്ട്രികൾ. ഹല്ലേലൂയ. ഇന്ത്യയിൽ ഒരു വലിയ ഉണർവിൻ്റെ ചലനം വരുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ. അവിടെ പല മന്ത്രിമാർ പങ്കെടുക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. ഉണർവിൻ്റെ ഒരു ഫയർ മീൽ, ഉണർവിനായിട്ട് വില കൊടുക്കുന്ന മന്ത്രിമാരെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ. മന്ത്രിമാർ ഭൂതങ്ങളെ പുറത്താക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. 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 ലിയാബാസഖ ധര മസം ഠേലഗരം താനിയ. കർത്താവിനെ കാണിക്കുന്നത് മന്ത്രിമാരുടെ വീടുകളിൽ. ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ തന്നെ കാണിക്കുകയാണ്. മന്ത്രിമാരുടെ വീടുകളിൽ മിനിസ്ട്രി, സഭകൾ, ആരാധനകൾ. അവർ ഭൂതങ്ങളെ പുറത്താക്കുന്നു, രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നു. അവർക്കൊരു ഒരു ഹാള് തന്നെ ഉണ്ടാകുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഹല്ലേലൂയ. മന്ത്രിമാരെ കർത്താവ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അവർക്കൊരു പവർ കോൺഫറൻസിൻ്റെ ഹാളുണ്ടാവും. അങ്ങനെ കർത്താവ് കാണിക്കുമോ? അവർ അതിനു വേണ്ടിയുള്ള വസ്തു സെറ്റ് ചെയ്ത് AC ഹാൾ അവർ സെറ്റ് ചെയ്യുന്ന കർത്താവ് കാണിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിടുതൽ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഇത് നടക്കും. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മന്ത്രിമാർ, ഹല്ലേലൂയ, ഹോളി സ്പിരിറ്റിനെ കൊടുക്കുന്ന മന്ത്രിമാർ, അങ്ങനെ കർത്താവ് എന്നെ കാണിക്കുക. ഹല്ലേലൂയ. നന്ദി പറഞ്ഞ്, യേശുവെ നന്ദി പറഞ്ഞ്, അങ്ങനെ ഹോളി സ്പിരിറ്റ് ഒരു ഉണർവിലേക്ക് കൊണ്ടുവരിക. ഹല്ലേലൂയ. ഐ ലവ് യു ജീസസ് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവ് കാണിക്കുന്നത് നടന്മാരെ കർത്താവ് കാണിക്കുക. നടന്മാർ, ഹല്ലേലൂയ, അവർ ഒരുപാട് സിനിമാ നടന്മാരെ കർത്താവ് ഉണർവിന് എന്ന് പറഞ്ഞാൽ അവർ പവർ കോൺഫറൻസ് പോലത്തെ ഹോളി സ്പിരിറ്റിനെ വിശ്വസിച്ച് നടന്മാർ, നടിമാർ, ഇവരുടെ മിനിസ്ട്രികൾ ഓപ്പൺ ആകുന്നെന്ന് കർത്താവിനോട് പറയുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടന്മാർ, നടിമാർ, ഹല്ലേലൂയ, അവർ യേശുവിനെ സ്വീകരിച്ച് അവർ മിനിസ്ട്രിക്ക് വേണ്ടി തയ്യാറാകുകയാണ്. ഹല്ലേലൂയ. കർത്താവ് എന്നെ ഇങ്ങനെ തന്നെ കാണിക്കുക. ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവർ ഭൂതങ്ങളെ പുറത്താക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. ഹല്ലേലൂയ. യേശു ഇരിക്കുന്നത് നിന്റെ ഹൃദയത്തിലാണ്. ഓ Liba Sara Sika Brakatala Manazia Lebronia Masamtela Garam Tunia Laba Sikraintela Garam Tuni Hasaptelaba. ഇന്ന് ഭയങ്കര ഒരു അഭിഷേകത്തിൻ്റെ ചലനം നിങ്ങളുടെ ആത്മാവിലേക്ക് അത് സ്വീകരിക്കുക. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. 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 ഈ പാട്ട് നിങ്ങളൊന്ന് പാടിക്കേ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നിങ്ങളിങ്ങനെ പാടിക്കേ. ദൈവം എന്നോട് സംസാരിച്ചു. ഈ പാട്ട് നിങ്ങളൊന്ന് പാടിക്കേ. ഇത് എന്നോടാണ് സംസാരിച്ചത്. എൻ്റെ മിനിസ്ട്രി ഓപ്പണായി. മിനിസ്ട്രി എന്നാണ് കർത്താവ് പറയുന്നത്. ക്രിസ്തുവായിട്ടുള്ള മിനിസ്ട്രി. കർത്താവ് അങ്ങനെ പറയുക. ക്രിസ്തുവുമായിട്ടുള്ള മിനിസ്ട്രി. ഐ ലവ് യു ജീസസ്. നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞേ, ക്രിസ്തുവുമായിട്ടുള്ള മിനിസ്ട്രി എനിക്ക് ഓപ്പണായി. ഒന്ന് പറഞ്ഞേ, ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ മിനിസ്ട്രി എനിക്ക് ഓപ്പണായി. ഈ പാട്ട് നിങ്ങൾ എൻ്റെ കൂടെ പാടിക്കേ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിലും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനോട് പറയാണ്, ഒരുപാട് കൂട്ടുകെട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന മക്കളില്ലേ, എന്ന് വെച്ചാൽ ഒരു 18, 19 ഇങ്ങനെയുള്ള കുട്ടികൾ, പ്രായപൂർത്തിയായ കുട്ടികളെ കർത്താവ് ഈ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് മാറ്റി അവരെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിക്ക് അയക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം കേട്ടോ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക്. ഹല്ലേലൂയ. ദുബായുടെ വഴിയിലേക്ക് ദൈവം വഴി തുറക്കുന്നു. ദുബായ്, ഖത്തർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജോലിയില്ലാതെ കടമുള്ളവരെ കർത്താവ് ഇങ്ങനെ കാണിക്കുവാണ്. കടഭാരത്താൽ വലഞ്ഞു നിൽക്കുന്നവരെ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൽ ദൈവം തൊടും. നിങ്ങൾ പാസ്പോർട്ട് എടുക്കാത്തവരാണെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾ പാസ്പോർട്ട് എടുത്തിട്ട് കയ്യിൽ വെക്കണം. ഹല്ലേലൂയ. ഈ നിമിഷം തന്നെ പാസ്പോർട്ട് എടുത്ത് നിങ്ങൾ കയ്യിൽ വെക്കുക. ആ പാസ്പോർട്ടിൽ ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾ പാസ്പോർട്ട് പെട്ടെന്ന് എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് ആ പാസ്പോർട്ട് തുറന്നിട്ട് അതിൻ്റെ പുറത്തിങ്ങനെ കൈവയ്ക്കുക. ഹല്ലേലൂയ. ഞാൻ ആ പാസ്പോർട്ട് ഇപ്പം തന്നെ പ്രാർത്ഥിക്കും. പാസ്പോർട്ട് എടുക്കുന്നവർ, ഹല്ലേലൂയ, എൻ്റെ മകന് ഒരു ജോലി വേണം, അങ്ങനെയുള്ളവരെ കർത്താവ് എന്നെ കാണിക്കുന്നു. അവർക്ക് ദൈവം ഒരു വഴി തുറക്കുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ടച്ച്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. ഹല്ലേലൂയ. നിങ്ങളുടെ പാസ്പോർട്ട്, ഹല്ലേലൂയ, നിങ്ങളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ 2 കൈയും വെച്ചിട്ട് കണ്ണടയ്ക്കുക. ഞാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആ നടുപേജ് തുറന്നിട്ട് അതിൻ്റെ പുറത്തിങ്ങനെ കൈവയ്ക്കുക. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ടച്ച് ഹോളി സ്പിരിറ്റ്. കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനം, കർത്താവേ, പാസ്പോർട്ട് എടുത്ത് പ്രാർത്ഥിക്കുന്നവർ, കർത്താവ് ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യുന്നത്, കർത്താവേ, അവർക്ക് ഒരു പൈസ പോലും മുടക്കില്ലാതെ
അവർക്ക് ഫ്രീ വിസയായി. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഫ്രീ വിസ. ഒരു വണ്ടിക്കൂലിയോ ഒരു ഫ്ലൈറ്റ് ചാർജോ ഒന്നുമില്ലാതെ ഇവരുടെ കടഭാരത്താ വരഞ്ഞു നിൽക്കുന്നവരെ കർത്താവ് ഞാൻ അവരെ കർത്താവ് ആ ഒരു മേഖല കർത്താവ് ഞാൻ ആ കടഭാരത്തെ ഞാൻ ബ്രേക്ക് ചെയ്ത് കളയുന്നു യേശുവിൻ്റെ നാമത്തിൽ. അവരുടെ പുതിയ വഴികളെ വാതിലുകളെ തുറക്കട്ടെ. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ആ പാസ്പോർട്ട് ഞാൻ അനുഗ്രഹിച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. ഹല്ലേലൂയ. അവർക്ക് പുതിയ വാതിൽ തുറക്കട്ടെ. അത് മക്കൾക്കായാലും ഇവിടെ കൂട്ടുകൂടി അലമി നടക്കുന്ന മക്കൾക്ക് പുതിയ വാതിൽ തുറന്ന് ഗൾഫിലേക്ക് കർത്താവെ അവർക്ക് പുതിയ വാതിൽ തുറക്കട്ടെ അപ്പച്ച. ഹല്ലേലൂയ. എനിക്ക് ഒരു ആശ്രയം മാത്രമേ ഉള്ളൂ, ഈ മോൻ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ, ഈ മോള് മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ എന്ന് പറയുന്ന വ്യക്തികളെ കർത്താവ് എന്നെ കാണിക്കുന്നു. കർത്താവെ അവർക്ക് പുതിയൊരു വഴിത്തിരിവ് കർത്താവ് ഈ നിമിഷം തന്നെ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ കമൻറ്റ് ബോക്സിൽ ആമേൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ. ഇങ്ങനെ എന്നെ കേട്ടിട്ട് അങ്ങനെ ഒരു വിഷയത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു വഴി തുറക്കണം ബ്രദർ, എനിക്കൊരു പുതിയ വാതിൽ തുറക്കണം. ഹല്ലേലൂയ. ഈ നിമിഷം തന്നെ അത് റിലീസാവും. ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഫയർ, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ. പുതിയ രാജ്യത്തിൻ്റെ വാതിൽ കർത്താവ് തുറക്കുന്നെന്ന് പറയുന്നു. രാജ്യങ്ങളുടെ വാതിൽ. നിങ്ങൾ വിശ്വസിച്ച് ആമേൻ പറഞ്ഞാൽ മതി. ഹലേ കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ അവർ വിശ്വസിച്ച് ആര് ഇരുന്നാലും പാസ്പോർട്ട് എടുത്ത് പ്രാർത്ഥിക്കുന്നവർ ഹല്ലേലൂയ അവർ ആമേൻ പറയുന്നവർ കർത്താവ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തെ ഞാൻ അനുഗ്രഹിച്ച് ബ്ലെസ് ചെയ്യുന്നു. ഹല്ലേലൂയ. പുതിയ വാതിൽ തുറന്നതിനായി നന്ദി. ദൈവം തുറന്നാൽ അതിനെ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. ഒരു ചെകുത്താനോ ഒരു പിശാചിനോ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സമയമുണ്ട്. കൈറോസ് ടൈമുണ്ട്. ഹല്ലേലൂയ. ആ ടൈമാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ട്, എനിക്കറിയാം. നിങ്ങൾ എന്നെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ കർത്താവിനെ വിശ്വസിക്കുന്നത് പോലെയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ. നിൻ്റെ മക്കളെ ഒരിക്കലും കൈവിടത്തില്ല. എൻ്റെ ദൈവമില്ലേ, എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഈ ദൈവം, എൻ്റെ ഈ വീടില്ലേ, ഇതൊരിക്കലും കൈവിടുന്നതല്ല. നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ്, നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടിയും കൂടെ പ്രെയർ ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാ ദിവസവും എനിക്ക് വേണ്ടി പ്രെയർ ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രെയർ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഐ ലവ് യു ജീസസ്. നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ മതി. എന്നിട്ട് നിങ്ങൾ കാത്തിരിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം, എനിക്ക് വേണ്ടി പ്രെയറും കൂടെ ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ അത് ദൈവം നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. നിങ്ങളത് ചോദിച്ചതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഈ വീഡിയോസിൻ്റെ താഴെ നിങ്ങൾ ആമേൻ എന്ന് എഴുതണം കേട്ടോ. ധൈര്യമായിട്ട് എഴുതണം. ഹല്ലേലൂയ. ഐ ലവ് യു ജീസസ്. അത് നടക്കും, ഉറപ്പായിട്ട് നടക്കും. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ ഉണർവായി വരും. നിങ്ങൾ ഉണർവാണ്. പുതിയത് നിങ്ങൾ ഇനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പുതിയത് ചെയ്യാൻ വേണ്ടിയിട്ട്. പുതിയത് നിങ്ങളുടെ കയ്യിലും ഗിഫ്റ്റ് ഉണ്ടല്ലോ. ആ ഗിഫ്റ്റ് ഇപ്പോൾ എനിക്കുള്ള ഗിഫ്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പകരും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ നിങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. പറഞ്ഞേ, ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എല്ലാ വഴികളും എല്ലാ വാതിലുകളും തുറക്കും. ഹല്ലേലൂയ. ഐ ലവ് യു ജീസസ്. അപ്പം പിന്നെ കർത്താവ് പറയുന്നു, വാഹനം വേണം ബ്രദർ. ഈ ഓണത്തിന് നിങ്ങൾ വാഹനം എടുക്കും കേട്ടോ. 4 വീല് വാഹനം നിങ്ങൾ പുതിയത് എടുക്കും. വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, എനിക്കും വേണം വാഹനം. എൻ്റെ വണ്ടി 1,00,000 കിലോമീറ്ററായി. അത് മാറണം. ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്, അത് മാറണമെന്ന്. അതിൻ്റെ ഗിയർ ഇടുമ്പോഴൊക്കെ ഇങ്ങനെ കിടന്ന് കുരുങ്ങിക്കൊണ്ടിരിക്കുക. ഒരുപാട് ദൈവത്തിന് വേണ്ടി ഒരുപാട് ഓടിയ വണ്ടിയാണ്. ഹല്ലേലൂയ. 1,00,000 കിലോമീറ്റർ ആയി. 10 കുറച്ചും കൂടെ ഓടിക്കഴിഞ്ഞാൽ 1,00,000 കിലോമീറ്റർ ആവും. ഹല്ലേലൂയ.
ഹെഡൊക്കെ കിടന്ന് പണിയായി. അപ്പോൾ ആ വണ്ടി മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ അതിന് വേണ്ടി പ്രെയർ ചെയ്യണം കേട്ടോ, വണ്ടി മാറാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് വണ്ടി. ഹല്ലേലൂയ. അത് കിട്ടാം. എനിക്കും സുവിശേഷ വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കയ്യിൽ മൈക്ക്, ചെറിയൊരു മൈക്കുണ്ട്. അപ്പോൾ സുവിശേഷ വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നല്ലൊരു വണ്ടി വേണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. എനിക്കും നല്ലൊരു വണ്ടി കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾ അങ്ങനെ പ്രെയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ദൈവം വണ്ടി തരും ഉറപ്പായിട്ടും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴില്ലേ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാഹനം കിട്ടും. ഹല്ലേലൂയ പറവേ, ഹല്ലേലൂയ. നല്ലൊരു പുതിയ വാഹനം കിട്ടട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. നല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് വണ്ടി. കാരണം ഞാൻ യേശുവിൻ്റെ ആളാണ്. അപ്പം ഞാൻ ആ അപ്പൻ്റെ മോനായ ഞാൻ ഏറ്റവും നല്ല വണ്ടിയിലാണ് ഞാൻ നടക്കേണ്ടത്. ശരിയല്ലേ? ഞാനങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ലോക്കൽ വണ്ടിയല്ല നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഹെവി നല്ല സ്റ്റാൻഡേർഡ് വണ്ടി തന്നെ നിങ്ങൾ ഉപയോഗിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അപ്പൻ ഒരിക്കലും കുറഞ്ഞത് തരത്തില്ല. ഹല്ലേലൂയ. നല്ല സ്റ്റാൻഡേർഡായിട്ടേ തരത്തുള്ളൂ. ഇപ്പം തന്നെ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ഒരു ഫാമിലി എനിക്ക് ആ വണ്ടി ഗിഫ്റ്റായിട്ട് തന്നതാണ്. പൈസ അയച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ ആ വണ്ടി എടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇനി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ വണ്ടി മാറാൻ സമയമായി. 1,00,000 കിലോമീറ്ററായി. ഇതൊരു ചെറിയ വണ്ടി, പക്ഷേ എനിക്ക് വണ്ടി ഒരുപാട് നല്ല വണ്ടിയാണ്. പക്ഷേ ആ വണ്ടി ഇപ്പോൾ മാറണം. ഹല്ലേലൂയ. മാറാൻ ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ്, നിങ്ങൾക്കും വാഹനം ആഗ്രഹിക്കുന്നവർ, നിങ്ങൾക്കും പുതിയ വാഹനം കർത്താവ് തരും കേട്ടോ. ഹല്ലേലൂയ. ഐ ലവ് യു. നമ്മുടെ ദൈവം, നമ്മുടെ അപ്പൻ അങ്ങനത്തെ ഒരു അപ്പനാണ്. ഹല്ലേലൂയ. ഐ ലവ് യു ജീസസ്. പുതിയ വാഹനം തന്നതിനായി നന്ദി പറഞ്ഞേ. പുതിയ വാഹനം തന്നതിനായി നന്ദി പറഞ്ഞേ. ഐ ലവ് യു ജീസസ്. പുതിയ വാഹനം കർത്താവ് തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. നല്ല വാഹനം കർത്താവ് തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ഐ ലവ് യു ജീസസ്. ഹല്ലേലൂയ. ഐ ലവ് യു ജീസസ്. ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ഹീൽ ജീസസ് നെയിം. ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ വാതിലുകൾ കർത്താവ് തുറന്നു എന്ന് കർത്താവ് പറയുക. പുതിയ വാതിൽ തുറന്നു. നിങ്ങൾ വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. പുതിയ വാതിൽ കർത്താവ് എനിക്ക് വേണ്ടി തുറന്നു. ഗൾഫ് രാജ്യങ്ങളുടെ വാതിൽ തുറന്നു. ആമേൻ പറഞ്ഞേ. ഗൾഫ് രാജ്യത്തിൻ്റെ വാതിൽ തുറന്നു. ഒരു പ്രതീക്ഷയില്ലാതിരുന്നപ്പോൾ ഗൾഫിൻ്റെ വാതിൽ കർത്താവ് തുറന്നു. എൻ്റെ കടഭാരത്തിൽ വിടുതലായി. ഓ ഹല്ലേലൂയ. കടഭാരത്തിൽ വിടുതലായി. നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ കുരുക്കുകളെല്ലാം അഴിഞ്ഞു. കുരുക്കഴിഞ്ഞു പറഞ്ഞേ. യേശുവിൻ നാമത്തിൽ എൻ്റെ കുരുക്കുകൾ അഴിഞ്ഞു. ഐ ലവ് യു ജീസസ്. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉണർവ് വരാൻ വേണ്ടി ഉണർവിന് ഉപയോഗിക്കാൻ പ്രാർത്ഥിക്കണം. എന്നെയും കൂടെ അതിൽ ഓർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഐ ലവ് യു ജീസസ്. എന്നെ ഉപയോഗിക്കാൻ പ്രാർത്ഥിക്കണം കേട്ടോ. ഉണർവിന് വേണ്ടി എന്നെ ഉപയോഗിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും. ഉണർവിന് എന്നെ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ലവ് യു ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. എന്നെ എല്ലാ പാസ്റ്റർമാർക്കും അറിയാം. ഞാൻ പാസ്റ്റർമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രെയർ ചെയ്യാറ്. പക്ഷേ ആ അഭിഷക്തന്മാർ എന്ത് ചെയ്യും? ഈ ചില പെണ്ണുങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യും? ഞാനൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവത്തില്ല, പക്ഷെ അവരെന്നെ പറ്റി അനാവശ്യങ്ങൾ പറഞ്ഞിട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കാര്യങ്ങൾ ഒരു മറവില്ലാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചതും ഞാൻ ഏത് ലെവലിൽ നടന്ന വ്യക്തിയാണെന്നും. അപ്പോൾ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. പിന്നെ വേറെ ഒരു സ്ത്രീകളുടെ ദശാംശം കൊടുത്തിട്ട് കുറ്റം പറയുന്ന പെണ്ണുങ്ങൾ എന്തിനാണെന്നറിയോ? ഈ ദൈവം ഉപയോഗിക്കുന്ന ഈ ഉണർവുമായിട്ട് നിൽക്കുന്ന ഈ അഭിഷക്തനെ എന്ത് ചെയ്യും? ഇവർ നാണം കെടുത്തി എന്ത് ചെയ്യണം? അവരുടെ വിലയില്ലാണ്ടാക്കണം.
അവരെത്ര വേദനയോട് കൂടിയായിരിക്കും എന്നറിയോ ഈ ലോകത്ത്. ഇപ്പം ഞാനൊക്കെ എത്രയോ വേദന കൂടിയാണ് ജീവിക്കുന്നതെന്നറിയോ. എനിക്ക് എൻ്റെ ആശ്വാസദായകൻ യേശു മാത്രമാണ്. ഞാൻ വേറെ ഒരു മനുഷ്യനെ ആശ്രയിക്കുന്നില്ല, സത്യം പറയുക. ഇപ്പം എത്രയോ ദേവദാസന്മാരെ പറ്റി സുവിശേഷം അറിയിക്കുന്നതും അവരുടെ ലൈഫ് കർത്താവിന് വേണ്ടി ഒരു പ്രാന്തനെ പോലെ ഇറങ്ങിയിരിക്കുമോ. അവർക്കൊരു സമാധാനം കിട്ടിയത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ ആരാധിച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി അവരുടെ ജീവിതം സമർപ്പിച്ച് വാളെടുത്ത് വെട്ടും കൊലയും കഞ്ചാവും വലിച്ച് നടന്നുകൊണ്ടിരുന്ന അവരെ ദൈവമായ എൻ്റെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് നടന്ന അതിലൂടെ നടക്കുമ്പോൾ ഈ പെണ്ണുങ്ങൾ കോബ്ര പാമ്പ് പഴയ പാമ്പ് അവരെ വശീകരിച്ച് അവർക്ക് അതും ഇതും മേടിച്ചു കൊടുത്ത് ഡ്രസ്സും മേടിച്ചു കൊടുത്ത് എന്നിട്ട് അവരെ എന്ത് ചെയ്യും, വശീകരിച്ച് അപ്പോൾ അവരെ ഈ പെണ്ണിൻ്റെ തലപ്പതിക്ക് കിട്ടിയില്ലെങ്കിൽ അടിമയാക്കി വെക്കാനാണ് നോക്കുന്നത്. ജോസഫിനെ അടിമയാക്കി വെക്കാൻ നോക്കി എന്ന് പറഞ്ഞ പോലെ അടിമയാക്കി വയ്ക്കുന്ന സ്ത്രീകൾ. ഹല്ലേലൂയ. ഒരിക്കലും സ്ത്രീകളുടെ അടിമയല്ല പുരുഷരെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇപ്പം ഞാനെന്നൊക്കെ പറഞ്ഞ വ്യക്തി ഇത്രയും അലമ്പായി നടന്നിട്ട് ആരെയും ഭയമില്ല, പേടിയില്ലാതെ നടന്ന വ്യക്തിയാ. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെയൊക്കെ വിഷയത്തിൽ എന്നോട് എതിരിടുന്നവരെ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാ. ദൈവം ഡയറക്റ്റ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കണോ. എനിക്കെതിരെ സംസാരിക്കുന്നതും എനിക്കെതിരെ ചിന്തിക്കുന്നവരെയും എന്നെ അനുഗ്രഹിക്കാൻ മാത്രമേ നിങ്ങൾ വാ തുറക്കേണ്ടത്. എന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഒരു ദേവദാസന്മാരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് എന്നെപ്പോലെയുള്ള ഇത്രയും സാഹചര്യത്തിൽ നിന്ന് വന്ന ദേവദാസന്മാരെ ഒരു കാരണവശാലും നിങ്ങൾ വിധിക്കാൻ പാടില്ല. ഉറപ്പായിട്ട് നിങ്ങൾ വിധിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ തലമുറേനെ ഇങ്ങനെ തലമുറ വരെ വെട്ടിക്കളയുന്നത് കർത്താവിനെ കാണിക്കുമോ. നിങ്ങളെ കൊണ്ട് ആ വിധി പറയിപ്പിക്കുന്നത് ആ പഴയ പാമ്പ്. ആ ഒരു തിരിച്ചറിവും ആ ഒരു തിരിച്ചുബോധവും നിങ്ങൾക്ക് വേണം. കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ക്യാൻസറും അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ മരിച്ചത് ക്യാൻസറോ അറ്റാക്കോ വന്നിട്ടായിരിക്കും, അമ്മ മരിക്കേണ്ടതായിട്ടൊന്നും മരിച്ചതല്ല. അപ്പോൾ ആ കുടുംബത്തിൽ നിരിക്കുന്ന പൈശാചിക സ്പിരിറ്റ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്? ആ പൈശാചിക സ്പിരിറ്റ് നിന്റെ മക്കളെ ഫോളോ ചെയ്തിട്ട് ആ വശീകരണത്തിൽ ഏർപ്പെടുത്തി വശീകരണ സ്പിരിറ്റ് നിൻ്റെ ഉള്ളിൽ തന്നിട്ടാണ് നീ എന്ത് ചെയ്യുന്നത് മറ്റുള്ളവരെ വിധിക്കുന്നത്. നിനക്ക് ചിലപ്പോൾ സർക്കാർ ജോലി എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നീ എന്താ പറയുക, ആ ദേവദാസിനെ നീ ഹെൽപ്പ് ചെയ്തിട്ട് നീ എന്തെങ്കിലും ചെയ്തിട്ട് നീ വീണ്ടും പറഞ്ഞു നടക്കുന്നില്ലേ. മനസ്സിലാവുന്നുണ്ടോ? നീ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്ന നീ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണം. നിൻ്റെ ഉള്ളിൽ ക്രിസ്തു വന്നിട്ട് നിനക്ക് പോയി ഒറ്റയ്ക്ക് സുവിശേഷം പറഞ്ഞുകൂടെ, അല്ലെങ്കിൽ നിന്റെ കൂട്ടാളികളായിട്ട് ആളെ സെറ്റ് ചെയ്ത് നിനക്ക് സുവിശേഷം പറഞ്ഞുകൂടെ. നീ എന്തിനാ മറ്റുള്ളവർ പാസ്റ്റർമാർ സുവിശേഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് അങ്ങനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് മിനിസ്ട്രിയെ സഹായിച്ചിട്ട് നീ അവർക്ക് പോയി എന്താ ചെയ്യുക. ഭർത്താവ് ഒറ്റയ്ക്ക് ഇറങ്ങുന്ന അറിവില്ലാത്ത ദേവദാസന്മാരും ഉണ്ട്. ഞാനൊക്കെ ഒറ്റയ്ക്ക് ഇറങ്ങിയപ്പോൾ എന്നെ വശീകരിക്കാൻ നോക്കിയിട്ടുണ്ട്. പല പെണ്ണുങ്ങൾ എന്നെ വശീകരിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്തിനാണ് എൻ്റെ മേൽ കിടക്കുന്ന കോളിങ്ങിൽ എന്നെ അടിമയാക്കണോ? അതിന് വേണ്ടിയിട്ടാണ് വശീകരിക്കുന്നത്. ഞാൻ ആരുടെ അടിമയൊന്നുമില്ല. പക്ഷെ എൻ്റെ പണ്ടത്തെ സ്വഭാവമാണെങ്കിൽ ഉണ്ടല്ലോ, ഇടിയുടെ പെരുന്നാൾ ഞാൻ തീർത്തേരെ. പക്ഷെ ഞാൻ ക്രിസ്തുവിൽ സത്യം പറഞ്ഞാൽ ദൈവം എന്നെ ക്ഷമിക്കാനും സഹിക്കാനും എന്താ പറയുക ആ ലെവലിലേക്ക് ദൈവം എന്നെ മാറ്റിയതാണ്. അല്ലാണ്ട് ജയില് പേടിയുണ്ടായിട്ടോ. ജയില് തറവാടായിരുന്നു ഒരു സമയത്ത്. ഞാൻ സീരിയസ്ലി പറയാം, ജയിലിൽ എനിക്ക് അവിടെ ചെന്നപ്പോഴേ എനിക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടിയത്. സീരിയസ് ഞാൻ പറയാം, എൻ്റെ ലൈഫിൽ ആ ചെറുപ്പത്തിലെ എൻ്റെ ലൈഫിൽ കുറച്ചെങ്കിലും സമാധാനം കിട്ടിയത് ജയിലിൽ ചെന്നപ്പോഴാണ്. ഈ ലോകത്തിൽ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കഞ്ചാവ് ഒരിക്കും, സിഗരറ്റ് ഒരിക്കും, മദ്യം അടിക്കും, എന്തൊക്കെ പരിപാടിയായിരുന്നെന്നോ ഒന്നും പറയാനില്ല. അതിൽ നിന്നെല്ലാം വേർതിരിച്ചിട്ടാണ് ഹോളി സ്പിരിറ്റ് എൻ്റെ കൂടെ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ സുവിശേഷം അറിയിക്കുന്നവർ ദൈവം അവരെ തൊട്ടതുകൊണ്ടല്ലേ ഒരു സുവിശേഷം അറിയിക്കുന്നത്. വീണ്ടും അവരെ വിധിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ സ്ത്രീയിൽ വ്യാപരിക്കുന്ന പൈശാചിക സ്പിരിറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് പഴയ പാമ്പിൻ്റെ പുറകെ പോകാനല്ല നിന്നെ വിളിച്ചത്. നീ അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ദേവദാസന്മാർ അതിശക്തമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ?
യേശു വരാൻ സമയമായെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് തുടക്കം, ഉണർവ്. അതിശക്തമായിട്ടുള്ള ദൈവസ്നേഹം വ്യാപരിക്കുന്നത്, ദൈവശക്തി വ്യാപരിക്കുന്നതിൻ്റെ കാരണം അതാ. ആളുകൾ കരയുന്നത് കണ്ടോ? ചുമ്മാ ഇരുന്ന് കരയുക. ഞാൻ ദൈവത്തിനെ ഓർക്കുമ്പോൾ കരയുക, കരച്ചിലോട് കരച്ചിൽ. ഞാൻ തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇതേവരെ ഞാൻ എൻ്റെ ലൈഫിൽ കരയാത്ത ഞാൻ ആ ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് കരയുക. അപ്പോൾ വേർതിരിച്ചതാണ് ദൈവം. നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോ, ഒരു കുഴപ്പമില്ല. നിനക്ക് ഇഷ്ടമുള്ളത്, നിനക്ക് ശക്തി ലഭിച്ചതുകൊണ്ടല്ല നീ മരുഭൂമിയിൽ പോകുന്നതും നീ എല്ലാ രാജ്യത്ത് പോകുന്നതും എല്ലാം നീ ശക്തി ലഭിച്ചുകൊണ്ടാണ്. നീ മറ്റുള്ളവരെ ഒരിക്കലും വിധിക്കാനും അവരുടെ കാര്യത്തിൽ ഇടപെടാനും നീ ചെല്ലരുത്. അത് നിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് വേറെയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് വേറെ ആയതുകൊണ്ടാണ് നീ മറ്റുള്ളവരെ വിധിക്കാനും അവരെ പഴി ചാരാനും അവനെ അടിച്ചെടുക്കാനും. നിനക്കുള്ള ആളെ ദൈവം സെറ്റ് ചെയ്ത് നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. നീ കണ്ട പാസ്റ്റർമാരെ അടിച്ചെടുക്കാൻ നോക്കല്. അത് നിന്റെ മേൽ കിടക്കുന്ന പൈശാചിക സ്പിരിറ്റാണ് ഈ അടിച്ചു മാറ്റല്. അത് നിർത്ത്. നീ ദൈവത്തെ അറിഞ്ഞില്ല, നീ നിർത്ത്. നീ അടിച്ചു മാറ്റൽ നിർത്തി നീ ഉപവസിക്കുക. എനിക്ക് ദൈവഹിതം അല്ലാത്തതൊന്നും വേണ്ട. ഞാൻ ഇങ്ങനെ പറയുന്നത്, കർത്താവ് എനിക്ക് ദൈവഹിതം അല്ലാത്തതൊന്നും വേണ്ട. അത് പൈസയാണെങ്കിൽ പോലും എനിക്ക് വേണ്ട. 10 കോടി രൂപ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നാലും ദൈവഹിതമല്ലാതെ എന്നെ അടിമയാക്കുന്നവരുടെ പൈസ എനിക്ക് വേണ്ട. നീ അങ്ങനെ പറയാൻ പറ്റണോ? ഞാനൊരിക്കലും അടിമ നുകത്തി കിടക്കുന്നതല്ല. യേശു വന്നത് അടിമ നുകത്തിൽ നിന്ന് രക്ഷിക്കാനും കൈ പിടിക്കാനും ചാണാക്കുഴിയിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്നില്ലേ നീ മുങ്ങിപ്പോയ സമയത്ത്? യേശു വന്നത് അതിനാ, നിന്നെ രക്ഷിക്കാൻ വന്നതാ. നിന്നെ വീണ്ടും ഒരു പെണ്ണുമ്പിള്ളയുടെ അടിമയാക്കാനോ സ്ത്രീയുടെ അടിമയാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാനൊന്നും അല്ല. മനസ്സിലാകുന്നുണ്ടോ? നീ അത് മനസ്സിലാക്കണം. ഒരിക്കലും അടിമയല്ല. അതുപോലെ തന്നെ പുരുഷന്മാരുടെ അടിമയല്ല സ്ത്രീകൾ. നിനക്കിഷ്ടമുള്ളത് നീ ചെയ്തോ. ദൈവത്തിന് വേണ്ടി നിനക്ക് എന്താ ഇഷ്ടമുള്ളത് അത് നീ ചെയ്യണം. നീ ആരാധനയ്ക്ക് പങ്കെടുക്കണം. നീ ആ ഒരു പകർച്ചയിൽ നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. നീ ആരാധനയിൽ വില കൊടുത്തു വേണം പങ്കെടുക്കാൻ. ആരാധനയിൽ നീ വില കൊടുക്കണം. ഫയർ ഹോളി സ്പിരിറ്റ് വന്നോട്ടെ, പ്രശ്നം വന്നോട്ടെ, നാണം കെടുത്തിക്കോട്ടെ, പക്ഷെ നീ ആരാധനയെ പങ്കെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിൽ പങ്കെടുക്കണം. കുർബാനയിലല്ല പങ്കെടുക്കണ്ടേ, ആരാധനയിൽ, ഹോളി സ്പിരിറ്റിൻ്റെ ആരാധനയിൽ പങ്കെടുക്കണം. കുർബാനയിൽ പങ്കെടുക്കുന്നവരാ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, യാക്കോറ്റുകാർ തമ്മിൽ അടിയായിപ്പോൾ. മെത്രാ കക്ഷിയും ബാബാ കക്ഷിയും തമ്മിൽ അടി. ഹോളി സ്പിരിറ്റ് ഉണ്ടോ അവിടെ? കഴിഞ്ഞ ദിവസത്തെ ന്യൂസിൽ കണ്ട് ലോകയിട്ട് അച്ഛനെ കഴുത്തിന് പിടിച്ച് ഇറക്കി വിടുവാണ്. ഒരു പയ്യൻ ഓടി നടന്ന് സ്പ്രേ അടിക്കുക കണ്ണിലേക്ക്. അതെന്താണ്? അത് ഏത് സ്പിരിറ്റാണ്? അതാ പഴയ പാമ്പ്. മദ്യം, ലഹരി എന്ന് വെച്ചാൽ നിങ്ങൾ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ കർത്താവ് എന്നെ കാണിക്കുക. കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചു, അനേക പേരുടെ കിഡ്നി സൗഖ്യമായത് കർത്താവ് എന്നെ കാണിച്ചു. കഴിഞ്ഞ വീഡിയോസ് നിങ്ങളുടെ അടുത്ത് കാണാത്തവരാണെങ്കിൽ അത് ലാസ്റ്റ് വരെ കാണണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കണ്ടു ഒരുപാട് പേരുടെ കിഡ്നി, കരള് സൗഖ്യമായത് കർത്താവ് എന്നെ കാണിച്ചു. കിഡ്നി, ഒരുപാട് പേര് മദ്യപാനത്തിൽ നിന്ന് മാറിയത് കർത്താവ് എന്നെ കാണിച്ചു. മാനസാന്തരം വന്നത് കർത്താവ് എന്നെ കാണിച്ചു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഫയർ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ വെള്ളം എടുക്കുക. ഞാൻ വെള്ളം നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു തരാം കേട്ടോ. നിങ്ങൾ 1 ലിറ്റർ വെള്ളമോ 1 ഗ്ലാസ് വെള്ളമോ എടുക്കുക. ഇതിങ്ങനെ വെള്ളം എടുത്ത് ഞാൻ വെള്ളം പ്രാർത്ഥിച്ചു തരാം. ഹല്ലേലൂയ. എണ്ണയുണ്ട്, എണ്ണ വേണ്ടവർ എണ്ണ എടുക്കുക. എണ്ണയെ നിങ്ങൾക്ക് കുടിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു തരുന്ന എണ്ണ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ, തലയെ തൂക്കുകയാണെന്നുണ്ടെങ്കിൽ തലയ്ക്കകത്തൊരു ബോധം വരും. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഈ തോളിൻ്റെ പുറയിലും അല്ലെങ്കിൽ വയറിൻ്റെ, കിഡ്നിക്ക് എവിടെയാണ് അസുഖമുള്ളത് ആ എണ്ണ നിങ്ങൾ തൂത്താൽ മതി. ആ എണ്ണ നിങ്ങൾക്ക് സൗഖ്യമാവും. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചു തരാം. വെള്ളം എടുക്കുന്നവർ വെള്ളം എടുക്കുക. ഹല്ലേലൂയ. അതുപോലെ തന്നെ ജപ്തിയായിട്ട് നിൽക്കുന്നവർ ഉപ്പെടുക്കുക.
ഇപ്പം ഇപ്പം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ കൈ വെച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതിലൊരു വിടുതൽ കിട്ടും. വിടുതൽ കിട്ടും, ഉറപ്പായിട്ടും വിടുതൽ കിട്ടും. നിങ്ങളുടെ ബ്ലഡാണ് മാറേണ്ടത്. ബ്ലഡ് മാറണം. കുറ്റപ്പെടുത്തുന്ന ബ്ലഡ് വശീകരിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അതാ ഖബറിൻ്റെ സ്ഥിരത തന്നേക്കുന്നത്. ഖബർ എടാ, നീ വിശ്വസിക്കേണ്ടത് യേശുവിനെ മാത്രമോ? യേശു മരിച്ചിട്ട് പിന്നെ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. കല്ലറയിൽ പോയി നോക്കിയിരുന്നു, കണ്ടില്ല അവിടെ. ബാക്കിയുള്ള എന്ത് സ്പിരിറ്റിനെ നീ ആരാധിച്ചാലും ആ സ്പിരിറ്റ് നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. പക്ഷേ യേശുവിൻ്റെ ആത്മാവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, തിരിച്ചു വന്നു. തിരിച്ച് ദൈവം തന്നതാ. 120 പേരുടെ മേലെ വന്നേ, അന്യഭാഷകളിൽ അവർ ആരാധിച്ചെന്ന്. അതാ പാസ്റ്റർമാരുടെ അടുത്തും അഭിഷക്തന്മാരുടെ അടുത്തും കളിക്കാൻ പറ്റാത്തത്. ഇപ്പം ബിനു വാഴമുട്ടം എന്ന് പറയുന്ന ആ ദേവദാസൻ്റെ അടുത്ത് കളിക്കാൻ നിനക്ക് പറ്റുമോ? നിനക്ക് ഏതെങ്കിലും ഒരുത്തിന് പറ്റുമോ? എൻ്റെ അടുത്ത് കളിക്കാൻ നിനക്ക് പറ്റുമോ? ടിനു പാസ്റ്ററിൻ്റെ അടുത്ത് കളിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ടിജോ തോമസ് എന്ന് പറയുന്ന പാസ്റ്റർ നിനക്ക് കളിക്കാൻ പറ്റുമോ? നോ. റീസൺ തോമസ് പാസ്റ്റർ, ഫെനി സ്റ്റീവൻ പാസ്റ്റർ, ഇങ്ങനെയുള്ള പാസ്റ്റർമാർ അഭിഷക്തന്മാരാണ്. അഭിഷക്തന്മാരുടെ അടുത്ത് കളിക്കാൻ പറ്റില്ല. അടി പാഴ്സൽ കിട്ടും. കാരണം അവരിൽ വ്യാപരിക്കുന്നത് ഹോളി സ്പിരിറ്റാണ്, ദൈവമാണ്. സാമച്ചൻ പാസ്റ്റർ ഇന്ത്യയിലെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സാമച്ചൻ പുനലൂർ. ഹല്ലേലൂയ. ഞാൻ എത്രയോ പ്രാവശ്യം അവിടെ പോയിട്ടുണ്ടെന്നറിയോ? ഹല്ലേലൂയ. ഞാൻ എല്ലാ സഭകളിലും പോകാറുണ്ട്. എവിടെ മീറ്റിംഗ് ഉണ്ടെങ്കിലും ഞാൻ പോകാറുണ്ട്. ഹല്ലേലൂയ. ഉണർവിൻ്റെ മീറ്റിങ്ങിന് അനീഷ് പാസ്റ്റർ ഉണർവിൻ്റെ അവിടെയാണ് ഉണർവ് വന്നത്. വില കൊടുത്താണ് ഞാൻ പോയത്. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ എന്താ, എൻ്റെ കയ്യിൽ അന്ന് ഞാൻ വിശ്വാസി വന്നതേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടു, സ്ഥാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ച് 21 ദിവസമൊക്കെ ഉപവസിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത്. അവിടെ ചെന്നപ്പോൾ എൻ്റെ മേലൊരു തീ കത്തി. ഓ, ഫയറായി, തീ കത്തി. ഞാൻ ഉണർവായി മാറി. എൻ്റെ മേലൊരു തീ കത്തി. ആ പരിശുദ്ധാത്മാവ് ആയിട്ടുള്ളവരുമായിട്ടുള്ള കണക്ഷനില്ല എൻ്റെ മേൽ തീ കത്തിയത്. ഒരു ബദാമ വന്ന് എൻ്റെ കയ്യിൽ സ്തോത്രം തന്നതാ. ഞാൻ നിൽക്കുമ്പോൾ നേരെ അടിച്ചു കുത്തി തെറിച്ചു പോയി. ഓ, അപ്പോൾ എനിക്കെന്തോ ഒരു രസമായിട്ട് തോന്നി. നല്ല രസം. ഹാവ്, അതാണ് ഹോളി സ്പിരിറ്റുമായിട്ടുള്ള കണക്ഷൻ. സഭകളുടെ മേലോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലൊന്നുമല്ല ഹോളി സ്പിരിറ്റ് വ്യാപരിച്ചത്. 120 പേരുടെ മേൽ പകർന്നതാ. അത് വില കൊടുത്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. വില കൊടുക്കാതെ ഒന്നും കിട്ടത്തില്ല. അന്യഭാഷകളിൽ എന്തുകൊണ്ടാണ് ഇത്രയും വിമർശനം ഉണ്ടാവുന്നത്? യൂട്യൂബ് ചാനലിൽ കുറേമാരുണ്ട്. അമ്മമാരുടെ ബുദ്ധിയെ കിട്ടിയേക്കുക. അമ്മമാരുടെ സ്പിരിറ്റ് ഖബറിൻ്റെ സ്പിരിറ്റാണ്. ഈ പറഞ്ഞ എന്താ പറഞ്ഞ ഞാനുമാരെ എടുത്തിരിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടാണ്. ഇവന്മാർ തന്നെയാണ് എന്നെ നിന്നെ എല്ലാം അറിയപ്പെടുത്തുന്നത്. അഭിഷക്തന്മാരെ അറിയപ്പെടുത്തുന്നത് ഈ പൊട്ടന്മാരാണ്. പിശാച എല്ലാം പൊട്ടത്തരം കാണിച്ചു വയ്ക്കും, പക്ഷെ നമ്മൾ അറിയപ്പെടുകയും ചെയ്യും. അതിന് ഞാൻ ദൈവത്തോട് സ്തോത്രം പറയും. മനസ്സിലാവുന്നുണ്ട്? എല്ലാത്തിനും ദൈവത്തിന് സ്തോത്രമാണ്. നിങ്ങളും കൂടെ കൂടിക്കോ. നിങ്ങൾ സ്തോത്രം പറഞ്ഞാൽ കൂടിയാൽ മതി. നിങ്ങളുടെ റേഞ്ച് വേറെയാവും, നിങ്ങൾ അറിയപ്പെടും. നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളെപ്പറ്റി വിമർശനം ഉണ്ടാവും. നമ്മുടെ ജോൺ ബ്രദർ, ഹല്ലേലൂയ, ജോൺ ബ്രദറിനെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത്? ആളുടെ കൈ ദൈവത്തിൻ്റെ കൈയാണ്. ഹല്ലേലൂയ. ഓ, എന്ത് ദൈവസ്നേഹമാണെന്നറിയോ ആളിൽ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവ മനുഷ്യനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വില കൊടുക്കുന്നുണ്ട്. വില കൊടുത്തതുകൊണ്ട് ആ ലെവലിൽ കയറിയേക്കുന്നത്. അല്ലാണ്ട് കുടുംബസ്വത്വത്തിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ല. ഈ പറഞ്ഞ ബിനു പാസ്റ്റർ ആയാലും ആരും കുടുംബത്തിൽ നിന്ന് സ്വത്ത് കൊണ്ടുവന്നൊന്നും അല്ല. ഇതെല്ലാം ഓരോ സഭകൾ ഉയർത്തുന്നതും എല്ലാം ഹോളി സ്പിരിറ്റാണ്. അതാ നിങ്ങൾ മനസ്സിലാക്കണ്ടേ. ദൈവമാണ് കണ്ണ് തുറപ്പിക്കുന്നതും ദൈവമാണ് എല്ലാം ചെയ്യുന്നത്. ട്രിവാൻഡ്രത്തുള്ള സുരേഷ് ബാബു പാസ്റ്റർ വില കൊടുക്കുന്നു. കടമില്ലെന്നാണ് വിചാരം. എല്ലാവർക്കും കടമുണ്ട്. പക്ഷെ എന്താണ്, ദൈവം ചെയ്യുമെന്നറിയാം. നിങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര കോടീശ്വരന്മാരാണ്. ആരെ സഹായിക്കുന്നത്? ദൈവമക്കളെ സഹായിക്കുന്നത്. അവർക്കെല്ലാം അനുഗ്രഹം ഉണ്ട് താനോ.
സഹായിക്കുന്നവർക്ക് അനുഗ്രഹം ഉണ്ട്. കൊടുക്കുന്ന ദൈവത്തിനാ. അങ്ങനെ കൊടുക്കുന്ന ഒരു തലമുറ എണീക്കട്ടെ, ഉപയോഗിക്കുന്ന തലമുറ. പ്രതികൂലമുള്ളത് എന്താണെന്നറിയോ? ചുമ്മാ ഇരിക്കുന്നവർക്ക് പ്രതികൂലം ഉണ്ടാകത്തില്ല. ഭൂതങ്ങളെ പുറത്താക്കുന്നവർക്കും അത്ഭുതങ്ങൾ ചെയ്യുന്നവർക്കും വീര്യപ്രവർത്തികൾ. ഈ പറഞ്ഞ സുനിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ ഇത്രയും ഗുരു പാസ്റ്ററെ കയറി വിമർശിക്കുന്നുണ്ട്, ഇതേവരെ സുനിൽ അവിടെ പോയിട്ടുണ്ടോ? പേടിയാ, മുട്ടുവരയ്ക്കും. അതാ പോവാത്ത. ഇവിടെ ഏതെങ്കിലും ഒരു പാസ്റ്ററുടെ അടുത്ത് പോയിട്ടുണ്ടോ? ദൈവം അതിശക്തമായിട്ട് ഉപയോഗിക്കുന്ന. കുറ്റം വിധിക്കാനും എന്താ പറയുക, നിങ്ങൾ ആദ്യം ഒന്ന് നല്ലത്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ നിങ്ങൾ ആദ്യം അവിടെ ചെന്നത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക. നിങ്ങൾ അമേരിക്കയ്ക്ക് പോയിട്ടില്ല, നിങ്ങൾ പറയാണ് അമേരിക്ക ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? മൂന്നാർ പോവാതെ നീ മൂന്നാർ ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇങ്ങനെയുള്ള കുറേ ചാനലുകാരാണെങ്കിൽ അതിലും വലുത് ഒരു ചാനൽ ഇറങ്ങിയിട്ടുണ്ട്, ജനം TV എന്ന് പറഞ്ഞ. ഇവർക്ക് യാതൊരു തെളിവൊന്നുമില്ല. നിങ്ങൾ എപ്പോഴും വിമർശിക്കാൻ മാത്രമായിട്ട് ഇറങ്ങിത്തിരിക്കരുത്. ഹല്ലേലൂയ. ഒരു തെളിവില്ലാതെ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. ദൈവമാണ് നിങ്ങളോട് ചോദിക്കുന്നതെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറയുക. ദൈവം നിങ്ങളോട് ചോദിക്കുന്ന ഒരവസ്ഥ, ആ ദൈവം ചോദിച്ചാൽ പിന്നെ ജനം TV എന്ന് പറഞ്ഞാൽ അതിൽ വർക്ക് ചെയ്യുന്നവർ വരെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും. നിങ്ങൾ മാനസാന്തരപ്പെടുക. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളത് ഒരു പ്രശ്നം വന്നാൽ അതിനെ നിങ്ങൾ എന്താ പറയുക, അത് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രെയർ ചെയ്ത് അവരെ മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. ഓരോ ചാനലും, ഏഷ്യാനെറ്റ് ആയാലും മലയാള മനോരമ ആയാലും ഏത് ചാനലാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലത് മാത്രം പ്രചരിപ്പിക്കാൻ നോക്കണം. കള്ളത്തരവും നുണയും മാത്രം. ഈ പൈസ നീ കൊണ്ട് തിന്നുമെന്നാണോ നിൻ്റെ വിചാരം? നിൻ്റെ തലമുറ കൊണ്ട് തിന്നുമെന്ന് നിനക്ക് വിചാരമുണ്ടോ? എടാ, അവർ അപകടത്തിലും ആക്സിഡൻറ്റിലും നിങ്ങൾ സേവിക്കുന്ന പിശാചെ നിങ്ങളെ തീർത്ത് കളയും. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്ന ആ പൈശാചിക സ്പിരിറ്റിൽ ചാനലുകാർ, നിങ്ങളുടെ തലമുറകൾ ആക്സിഡൻറ്റിലും അപകടങ്ങളിലും വേറൊരുത്തൻ്റെ പിച്ചാത്തിപ്പിടിയിൽ തീർന്നു പോകും. തലമുറയ്ക്കിട്ടാ പണി കിട്ടുന്നത്. ദൈവം നിനക്ക് തന്നതാ നിൻ്റെ മക്കളുള്ള ചാനലുകാർ. ഇതെല്ലാം എനിക്കറിയാൻ പറ്റും, എനിക്കിത് കറക്റ്റ് അറിയാൻ പറ്റും. എന്നോട് ദൈവം സംസാരിക്കും. വെറുതെ മരണം, ആക്സിഡൻറ്റ്, മരണം, വീണ്ടും മരണത്തിലേക്ക് നിങ്ങൾ പോകരുത്. എടാ, ഇത് ഹോളി സ്പിരിറ്റിൻ്റെ ഒരു മേഖല. 2026 നിൻ്റെ കളിയൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലമാണ് ഇന്ത്യ. ഓരോ രാജ്യവും അങ്ങനെയുള്ള അഭിഷക്തനാണ് എണീറ്റ് നിൽക്കുന്നത്. അതാ നീ മനസ്സിലാക്കണ്ടേ. ചാനലും പൊക്കി പിടിച്ചോണ്ട് വന്നേക്കുന്നു. വിമർശിക്കുന്ന അത്രയും അങ്ങ് വിമർശിച്ചങ്ങോട്ട് ഇല്ലാണ്ടാക്കുകയാണ് ഓരോ വ്യക്തികളെ അങ്ങോട്ട്. നിന്നെ വിമർശിക്കാനാണോ നിന്നെ ചാനൽ തന്ന് വിട്ടേക്കുന്നത്? അത് പിശാചാണ് നിന്നിൽ വ്യാപരിക്കുന്നത്. നീ പിശാചിനെ അവിടെ വെച്ച് സേവ ചെയ്യുക. നിൻ്റെ കമ്പനികളിൽ നീ പിശാചിനാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ദൈവം ഓരോ സാധനങ്ങൾ തുറന്നു കൊടുക്കും, അവിടെ ഇരുന്ന് വെച്ച് സേവയാണ്. എന്നിട്ട് പിശാചിനെ വിളിച്ചു വരുത്തുകയാണ്. നീ യേശുവെന്ന് വിളിക്കുക. നിനക്ക് നല്ലത് മാത്രം ചെയ്യാൻ പറ്റും, നല്ല പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും. മറ്റുള്ളവരെ ദ്രോഹിക്കുകയല്ല ചെയ്യണ്ടേ. ലഹരിക്ക് അടിമയായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ തള്ളിക്കളയുമല്ല ചെയ്യണ്ടേ. പ്രണയത്തിൽ കൊടുക്കുന്ന വശീകരണ സ്പിരിറ്റാ സ്ത്രീകളാണ്. പുരുഷന്മാരും ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. അവരെ നിങ്ങൾ വീണ്ടും വശീകരണത്തിൽ ഏർപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. അവരെ എന്ത് ചെയ്യണം? മന്ത്രിമാരായാലും ഇങ്ങനെയുള്ള ചില മേഖലകളിൽ അത് യേശുവിന് മാത്രമേ മാറ്റാൻ പറ്റൂ. ദൈവത്തിൻ്റെ അഭിഷേകത്തിന് മാത്രമേ മാറ്റാൻ പറ്റൂ. ഞാനൊക്കെ ഒരു വ്യക്തിയുടെ തല കൈവച്ച് പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ 1 മണിക്കൂർ ആകുമ്പോൾ ആ തലയ്ക്കകത്തുനിന്ന് ആ സ്പിരിറ്റ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് എനിക്കറിയാം. ഇവിടെ തലയ്ക്കകത്ത് വശീകരണ മന്ത്രം ഈ ബ്ലഡിലൂടെ കൊടുത്തത് തലച്ചോറി കിടക്കുക. അത് കൈവച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് തലയ്ക്കകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി ശരീരത്തിൽ ബ്ലഡിലൂടെ ഇറങ്ങി ഒന്നെങ്കിൽ അത് മലത്തിലൂടെ പോകും, അല്ലെങ്കിൽ ഛർദ്ദിച്ചു പോകും. ഞാൻ അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് പൂർണ്ണ വിടുതല കൊടുക്കുന്നത്. അത് അവർ ഉപവസിക്കുകയും ചെയ്യണം. ഉപവാസത്താലും ഉപവസിച്ച് ആദ്യം ഈ തീറ്റയൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യണം? 24 മണിക്കൂർ കോഴിക്കാല് കടിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ മാറ്റി ഉപവസിക്കണം നീ ആദ്യം.
എവിടെ ബിരിയാണി ഉണ്ടോ അവിടെ പോയി എപ്പോഴും തീറ്റ. അതല്ല, നീ ദൈവത്തിന് വേണ്ടി ഉപവസിക്കാൻ നോക്കും. നിനക്ക് വേണ്ടിയിട്ട് നിനക്ക് ആ സാന്നിധ്യം ഇല്ലെങ്കിൽ നീ ഉപവസിച്ചിട്ട് നീ എൻ്റെ അടുത്തേക്ക് വാ, അല്ലെങ്കിൽ നീ ഏതെങ്കിലും ഈ പറഞ്ഞ ദേവദാസന്മാരുടെ അടുത്ത് ചെല്ല്. നിനക്കൊരു വിടുതൽ കിട്ടുമോ? നിന്റെ തലയ്ക്കകത്ത് ആദ്യം ഒരു ബോധം ഉണ്ടാവണം. നിന്റെ തലയ്ക്കകത്ത് ബുദ്ധിയില്ല, ബുദ്ധിമണ്ഡലത്തെയും കെട്ടി തലയിൽ വലിയൊരു ഭാരമായിട്ട് നടക്കാനാണോ ദൈവം നിന്നെ വിളിച്ചത്? എപ്പോഴും അസുഖവും ക്യാൻസറും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി, കല്യാണം കഴിക്കത്തില്ല, സെക്സ് ഒന്നും ഇല്ല, കല്യാണം കഴിക്കില്ല, സെക്സ് ഇല്ല, ഇതൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. കല്യാണം കഴിക്കണം, കുടുംബജീവിതം ഉണ്ടാവണം, കുട്ടികളുണ്ടാവണം. നിനക്ക് തുണ വേണം. മനസ്സിലാകുന്നുണ്ടോ? ഒരു കൈ നിന്റെ ശരീരത്തിൽ പതിയണം, നിന്റെ എല്ലാ ശരീരത്തിലും അവയവത്തിൽ. ഒരു കൈയും കൊണ്ടാണ് അത് ഹീലിംഗ് ഉണ്ടാവുന്നത്. നിന്നെ ചേർത്ത് നിർത്താൻ ഒരു കൂട്ട് വേണം. അതാ ദൈവം ആദാമിന് ഹവ്വേനെ കൊടുത്തത്. നീ ചുമ്മാ പഴയ നിയമം ആചരിച്ച് കല്യാണം കഴിക്കാതെ ചുമ്മാ ഒരു പഴയ പാമ്പിൻ്റെ പുറകെ ആ ഒരു മേഖല നിർത്തിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയാം, നിർത്തിക്കണം. നിൻ്റെയൊക്കെ റേഞ്ച് വേറെ ആക്കണം. ഹല്ലേലൂയ. ഇത് പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ? നീയൊക്കെ ചേഞ്ച് ആവണം. ഞാൻ ചേഞ്ച് ആയത്, ഞാൻ മനസ്സിലാക്കിയത് അതാ നിനക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നതിൻ്റെ കാരണം. അല്ലാണ്ട് നിന്നോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടോ നിന്നോട് വെറുപ്പായിട്ടോ. എനിക്ക് നിങ്ങളോട് എല്ലാം ഇഷ്ടം തന്നെയാണ്. എന്നോട് ദ്രോഹിച്ചവരെ ഞാൻ വീണ്ടും ക്ഷമിക്കുമോ? എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ ഹൃദയമായതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത്. എന്നെ ദ്രോഹിച്ച ഒരുപാട് പേരുണ്ട്, ഞാൻ അവരോട് ക്ഷമിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ ഹൃദയമായതുകൊണ്ടാണ്. എൻ്റെ യേശു എന്നെ പഠിപ്പിച്ചത്, മോനെ നീ ക്ഷമിക്കടാന്ന് എന്നോട് പറഞ്ഞേ. ക്ഷമിക്കും മോനെ. ഞാൻ അതോട്ട് പറയും എപ്പോഴും, ഐ ലവ് യു ജീസസ്. പൗലോസ് അങ്ങനെ പറഞ്ഞു. നിനക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതല്ലേ? ഇങ്ങനെയാ പൗലോസ് പറഞ്ഞേ. കർത്താവിന് വേണ്ടിയിട്ടല്ലേ എല്ലാം അടിയിടിയും പഴിചാരലും ഇതെല്ലാം കേൾക്കുന്നേ. ഞങ്ങളും ദൈവദാസന്മാരും ഞങ്ങൾക്ക് ഒരുപാട് ബലഹീനതകളുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം ഞങ്ങൾ പഠിച്ച് കയറി വരുവാണ്. സ്ത്രീകൾ വശീകരിക്കാൻ നോക്കും, ചിലപ്പോൾ പൈസ ഇല്ലാത്ത അവസ്ഥ വരും. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ആ ദേവദാസൻ എന്തെങ്കിലും കഴിച്ചോ? അയ്യോ അവനൊക്കെ നല്ല ഡ്രസ്സുണ്ടോ? എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷകനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണോ? സാന്നിധ്യം വിട്ട് കഴിയുമ്പോഴത്തേനും നിങ്ങൾ പിന്നെ കുറ്റം പറയുകയാണ്. പത്രോസ് യേശുവിൻ്റെ കൂടെ നടന്ന വ്യക്തിയാ. സാന്നിധ്യം പോയ സമയത്ത് തൊട്ടപ്പുറത്തെ റൂമിലാണ്. അവനെ അറിയത്തില്ല. സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങൾ പോകുമ്പോഴാണ് കുറ്റം വിധിക്കുന്നതും സംശയം കൊണ്ടിരുന്നതും. എപ്പോഴും നിങ്ങൾ സാന്നിധ്യം, അതാ ഞാൻ പറയുന്നത്, ആരാധന നിങ്ങൾ മുടക്കരുത്. നിങ്ങൾ ആരാധനയ്ക്ക് പോകണം. സാന്നിധ്യം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് അങ്ങനെ പറയാം. സാന്നിധ്യം ഇല്ലാണ്ടാകുമ്പോഴാണ് നിങ്ങൾ വിരിക്കുന്നത്. എൻ്റെ സഭയിൽ കൂടെ നടന്നവരെന്നെ ഒറ്റി. ഞാൻ ഇല്ലാണ്ടാകുമ്പോൾ പിന്നെ അവരെന്ത് ചെയ്യുക? അവർ പിന്നെ കുറ്റം പറയുവാണ്. എൻ്റെ കുറ്റം പറച്ചിലാണ് പിന്നെ തൊഴിൽ. സാന്നിധ്യം പോയി. സാന്നിധ്യം ഉള്ളപ്പോൾ എന്നെ പൊക്കി എടുത്തുകൊണ്ട് നടക്കും. ഞാൻ മാറുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ അവർക്ക് എൻ്റെ കുറ്റമാണ്. അപ്പോൾ ആ ദേവദാസന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യണ്ടേ, കൂടെ നിൽക്കുകയോ ചെയ്യണ്ടേ? ഹല്ലേലൂയ. ഒരു ദേവദാസൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ അനേക കുടുംബങ്ങളെ രക്ഷിക്കുന്നത്. ഹല്ലേലൂയ. അവരെന്തുകൊണ്ടാണ് ഈ ഫീൽഡിൽ നിന്ന് പോവാത്തെ? പണത്തിന് വേണ്ടിയിട്ടല്ല. പണമല്ല അവരുടെ ലക്ഷ്യം. പണത്തിനാണെങ്കിൽ വല്ല ഗൾഫിലും പോയി ജോലി ചെയ്താൽ പോരെ. അവരുടെ ആഗ്രഹം ജനത്തിൻ്റെ വിടുതലാണ്. ഹല്ലേലൂയ. വേർതിരിക്കപ്പെട്ട ജനമാണ്. ദൈവത്തിൻ്റെ കോളിംഗ് ഉള്ളവരാണ്. ഹല്ലേലൂയ. ദൈവത്താൽ വിളിക്കപ്പെട്ടവരുണ്ട്, ദൈവവേലയ്ക്കുള്ളവരുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, പ്രൊഫറ്റിക്കുണ്ട്, പാസ്റ്റർമാരുണ്ട്, ഇടയ ശുശ്രൂഷകരുണ്ട്.
ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഏത് കോളിംഗ് ആണ് നിനക്കുള്ളതെന്ന് നീ മനസ്സിലാക്കണം. നീയും വേർതിരിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പം അതെല്ലാം നീ മനസ്സിലാക്കി. എന്തായാലും വെള്ളം എടുക്കുക, ഞാൻ വെള്ളം പ്രാർത്ഥിച്ചു തരാം. ഹല്ലേലൂയ. വെള്ളം, ഉപ്പോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക, എണ്ണയോ പ്രാർത്ഥിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് വിടുതലാവും, നമുക്ക് ഒരു ബോധം വരും. പിന്നെ നിങ്ങൾക്കൊരു വിടുതൽ വേണം, നിങ്ങൾക്ക് വീടുകളിൽ പ്രാർത്ഥന വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന ചോദിക്കാം, ഞങ്ങളുടെ അടുത്ത് വരും, പ്രെയർ ചെയ്യും, നിങ്ങൾക്ക് വിടുതലാവും. ഹല്ലേലൂയ. ബന്ധനത്തിൽ കിടക്കുന്നവരെ ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അത് പ്രാന്താണെങ്കിൽ പോലും പുറത്തു കൊണ്ടുവരും. ഡിപ്രഷനും പ്രാന്തും പിടിച്ചിരിക്കുന്ന കുറേ പേരുണ്ടല്ലോ, അവർക്ക് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് വിടുതലാവും, പ്രാന്ത് സൗഖ്യവും, ഡിപ്രഷൻ മാറും, രാജ്യങ്ങളുടെ വാതിൽ തുറക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴാണ് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് പോകുന്നത്. എന്നും ഇന്ത്യയെ മാത്രം കിടന്ന് കറങ്ങാനും കുഴിയാനയുടെ കണക്ക് കുഴിയിട്ടിട്ട് അവിടെ തപസിരിക്കാനും അല്ലെ പശുവിനെ തൊഴുത്തി കെട്ടിയിടാനല്ല നിന്നെ വിളിച്ചത്. നീ സാന്നിധ്യത്തിലെ ഒരുങ്ങി മാറി. നിന്റെ റേഞ്ച് വേറെ. സാന്നിധ്യം വരുമ്പോൾ നിന്റെ റേഞ്ച് മാറും. അപ്പോൾ നീ എന്ത് ചെയ്യണം? ഉണർവിനൊക്കെ നീ കൊതിക്കണം. ഉണർവിനായി നീ കൊതിക്കണം. മീറ്റിംഗ് എവിടെയാണ് ഉണർവുള്ളേ? അവിടെ നീ പോകണം. റിസ്ക് എടുത്ത് പോകണം. ബാംഗ്ലൂർ നീ പോകണം. ഉണർവിന് കൊതിക്കണം നീ. അതാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്നെ ഉണർവിനായി ഉപയോഗിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയുന്നില്ലേ? ഹല്ലേലൂയ. ഐ ലവ് യു ജീസസ്. Touch Holy Spirit. In the name of Jesus Christ in the fire. നമ്മൾ വെള്ളം എടുക്കുക, ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, അവർ എടുത്തിരിക്കുന്ന എണ്ണയോ വെള്ളം എന്തോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിച്ച് ബ്ലെസ് ചെയ്യുന്നു. In the name of Jesus Christ, touch Holy Spirit, heal Jesus' name. In the name of Jesus Christ, touch Holy Spirit. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവെ അനുഗ്രഹിച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ വെള്ളം കുടിക്കുമ്പോൾ തന്നെ ബ്ലഡ് ശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ ആഭിചാരക്രിയകളും ആഹാരത്തിൽ കൊടുത്തതും ബ്ലഡിൽ അലിഞ്ഞു ചേർന്നതും തലച്ചോറിൽ അലിഞ്ഞു ചേർന്ന എല്ലാം യേശുവിൻ നാമത്തിൽ ഇത് കുടിക്കുമ്പോൾ തന്നെ, എണ്ണ കുടിക്കുമ്പോൾ തന്നെ കർത്താവേ, അത് പൂർണ്ണ ഒരു സൗഖ്യമായി മാറട്ടെ. കർത്താവേ, സുബോധം കൊടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ബ്ലെസ് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. ആമേൻ, ആമേൻ. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. അനുഗ്രഹിച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ, 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 ആമേൻ. ഫയർ. ആമേൻ. ഓക്കെ. ഇത് പള്ളിയിലച്ചന്മാർക്കും വെള്ളം എടുക്കാം കേട്ടോ. പള്ളിയിലച്ചന്മാർക്കോ മുസ്ലിങ്ങൾക്കോ വയറുവേദനയും തലവേദനയും ഡിപ്രഷനും കടഭാരം ഉള്ളവർക്കൊക്കെ ഈ വെള്ളം എടുത്തിട്ട് എന്ത് അസുഖമാണെങ്കിലും, കിഡ്നി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മദ്യം കുടിക്കുന്നവരോ ആര് വെള്ളം എടുത്തിട്ട് ഈ പ്രാർത്ഥന കേട്ടാലും അവർക്ക് വിടുതല. ഓക്കെ. ഹല്ലേലൂയ. നിങ്ങൾ ആ എണ്ണയും വെള്ളം എടുത്തിട്ട് കുടിക്കുക. വയറുവേദനയൊക്കെ ഉള്ളവർ എണ്ണ കുടിക്കണോ? നിങ്ങൾക്ക് വിടുതലാവോ? ഉറപ്പായിട്ടും. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു, ബ്ലെസ് ചെയ്യുന്നു. ആമേൻ, ആമേൻ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഉണർവിനായി ഉപയോഗിക്കാൻ പ്രാർത്ഥിക്കണം. പിന്നെ എനിക്കൊരു വാഹനം വേണോ? അതിന് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ടച്ച് ഹോളി സ്പിരിറ്റ്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കാനും നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. കോൾ ബ്ലെസ് ചെയ്യും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ. ലവ് യു ടു. ആമേൻ. യേശുവേ നന്ദി അപ്പച്ച.